ഒന്ന് പൊറോട്ട എടുത്തേ. ആ നീയാണോ? വണ്ടി കുറച്ച് പൊറോട്ട എടു കേശവ. നിന്റെ വണ്ടിക്കൂല്ലേടാ റിവേഴ്സ് ഗിയർ, നീ എടു പൊറോട്ട്. ആ തമാശകളാ. എനിക്കാണെങ്കിൽ ഒത്തിരി പൊറോട്ട എടുക്കണം. താൻ ഒന്നും ഒതുക്കി തന്നാ എനിക്കങ്ങ് പോയിരുന്നു. എന്നാ അവിടെ കിടന്നോ, എനിക്ക് പോയിട്ടേ ഒരത്യാവശ്യമില്ല. കേശവ എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന്. നീ വണ്ടി ഒന്ന് മാറ്റേ. എടാ കേശവന്റെ വണ്ടി അങ്ങനെ കണ്ട ചെറ്റകൾക്കൊന്നും വഴിമാറി കൊടുക്കാറില്ല. നീ വലിയ ഹീറോ അല്ലേ, ഇടിച്ചു മാറ്റിട്ട് പോടാ. കേശവ കണക്ക് പറയാനുള്ള സമയമല്ല ഇത്. എനിക്ക് പോയിട്ട് തിരക്കൊണ്ടെന്നാ ഞാൻ പറഞ്ഞേ. മര്യാദയ്ക്ക് നീ വണ്ടി മാറ്റുന്നോ അതോ എന്റെ തനി ഗുണം ഞാൻ കാണിക്കണോ? തനി ഗുണം കാണിച്ചവനൊക്കെ കേശവന്റെ ഇന്ന് അപ്പ കിട്ടിയിട്ടുണ്ട്. നിന്റെ മോൻ എന്റെ വണ്ടിയുടെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചപ്പോ ഞാൻ അവന്റെ പേര് കുറിച്ചിട്ടതാ. വണ്ടി അബദ്ധത്തിൽ മുട്ടിയൊന്നുമല്ലടാ, ഞാൻ മുട്ടിച്ചതാ. വീഴ്ച കണ്ടപ്പോ തീർന്നു എന്ന് വിചാരിച്ചത്, പക്ഷെ ചത്തില്ല. ആയുസിന്റെ ഒരു ബലേ. കൊച്ചുവെളുപ്പാങ്കാലത്ത് പരിപാടി വണ്ടി കിട്ട ചെയ്യാതെ എവിടെ പോയി? ജോണി, ജോണി, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നരളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ
അവസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥും പിതാവും പുത്രനും പരിശുദ്ധാത്മായ സർവേശ്വര. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരാൻ ഇടയാകട്ടെ. ഈശോ മിശിഹായ കർത്താവിന്റെ തിരുവിലാവിലെ ചോരയെക്കുറിച്ച് മരിച്ച ആത്മാക്കളുടെ മേൽ കൃപയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിനെ ഞങ്ങളോട് ക്ഷമിക്കണമേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. അമ്മേ, നല്ല തണുപ്പുണ്ട്, അകത്ത് വന്ന് കിടക്ക്. യോഹന്നാന്റെ സുവിശേഷം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ആനി പറഞ്ഞതെല്ലാം കാര്യമാണ്. പക്ഷേ അതിന് വ്യക്തമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അച്ഛൻ പറഞ്ഞ പോലെ എനിക്കും പെട്ടെന്നൊന്നും തോന്നുന്നില്ല. ഏതായാലും ആന വിഷമിക്കണ്ട, സമയമുണ്ടല്ലോ. സമയം ഇക്കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞാൻ ആലോചിക്കായിരുന്നു. എൻ്റെ മരണശേഷം എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥരായി വഴിയിൽ അലയരുത്. ഞാൻ കൂടി ഇല്ലാതാവുമ്പോ കിടപ്പാടം പോലും ഇല്ലാത്ത അവരും പിച്ചക്കാരും തമ്മിൽ എന്താ വ്യത്യാസം? ആഹാരം, കിടപ്പാടം, വിദ്യാഭ്യാസം, സ്നേഹം, ഇതൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും നിങ്ങൾ എന്നെ സഹായിക്കണം. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ആനി പൊയ്ക്കൊള്ളൂ.
ആനയുടെ പ്രശ്നം ഞാനും രക്തച്ചനും കൂടെ ഒരുപാട് ആലോചിച്ചു. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മുകളിൽ നിന്നൊരു ഉപദേശം കേൾക്കുന്നത് തെറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് അരമനയിലേക്ക് എഴുതിയിരുന്നു. ഇന്ന് പിതാവിൻ്റെ മറുപടി വന്നു. നമ്മുടെ അതിരൂപതയിൽ സഭയുടെ വകയായിട്ട് 3 അനാഥ മന്ദിരങ്ങളുണ്ട്. അവിടെ ആവുമ്പോൾ പിതാവിന് കാര്യങ്ങളൊക്കെ നേരിട്ടറിയാവുന്ന സ്ഥിതിക്ക് കുട്ടികളുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ലെന്നാണ് രക്തച്ചനും പറയുന്നത്. ഫുഡ്, അക്കോമഡേഷൻ, ഭാവിയിലേക്കുള്ള ജീവിതത്തിൻ്റെയും തൊഴിലിൻ്റെയും സാധ്യതകൾ ഇതൊക്കെ അവിടെ വളരെ കൂടുതലാണ്. എനിക്ക് നേരിട്ടറിയാം. സെന്റ് ജോർജ് ഓർഫനേജ്. ഓർഫനേജ് വേണ്ട, അത് വേണ്ട ഫാദർ. വിഷമിക്കാനൊന്നുമില്ല. ആനയും ജോണിയും ജീവിച്ച സാഹചര്യങ്ങളല്ല ഇന്ന് അനാഥ മന്ദിരങ്ങളിൽ. ചെണ്ടകുട്ടി പാട്ട് പാടാൻ കുട്ടികളെ തെരുവിലിറക്കാറില്ല. കൃത്യമായ ഫണ്ട്സ്, വിദേശ സഹായം, തൊഴിൽശാലകൾ. എന്തൊക്കെ ഉണ്ടായാലും അനാഥ മന്ദിരം അനാഥരുടെ മന്ദിരമല്ലേ ഫാദർ? അവിടെ നാഥനില്ലല്ലോ. അതുപോലൊരു സ്ഥാപനത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് കൃത്യമായി 3 നേരം ആഹാരം, ചിലപ്പോൾ അത് 2 നേരം. ചെറിയൊരു മുറിയിൽ 10-25 പേർ, വൃത്തിയില്ലാത്ത ഡോർമിറ്ററി. ആ സാഹചര്യങ്ങളെല്ലാം ഇപ്പൊ നന്നായിട്ടുണ്ടാവും. പക്ഷേ സ്നേഹം നൽകാൻ ആരുമില്ല, സുഹൃത്ത് ബന്ധങ്ങളില്ല, ഭാവിയിലോട്ടൊന്ന് ഓർമ്മിച്ചു വെക്കാൻ പേരുകളൊന്നുമില്ല. നമ്മൾ എത്ര അമർത്തി തുടച്ചാലും മായാത്ത അനാഥൻ എന്ന പേര് ഹൃദയത്തിൽ പേരെയായിരിക്കും ഒരിക്കൽ പുറത്തു വരിക. ഫാദറിന് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉള്ളതല്ലേ? എന്റെ കുഞ്ഞുങ്ങളെ ഓരോ വീടുകളിൽ എത്തിക്കാൻ പറ്റുമോ? വീടുകളെന്ന് പറയുമ്പോ അഡോപ്ഷൻ. കുട്ടികളെ ദത്തെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ. എന്താ മക്കളെ ഇത്? അത്താഴം കഴിക്കുമ്പോഴും വേണോ ഇങ്ങനെ വഴക്ക്? അമ്മ ഇവനൊരു മതി കഷ്ണം മതി. കൂടുതലാ. മോന് വേണ്ടത് അമ്മ തരില്ലേ? ദാ ഞാൻ അടുത്തുള്ളപ്പോ തന്നെ ഇങ്ങനെ. അപ്പൊ പിന്നെ അമ്മ ഇല്ലാണ്ടായ ആരുണ്ട് നിങ്ങളെ വഴക്ക് പറയാനും നിയന്ത്രിക്കാനും ഒക്കെ? അമ്മ എങ്ങോട്ടേക്കാ പോണേ? പള്ളിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമുക്ക് ഇത്രയും പേർക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുമോ? നിങ്ങളും വളർന്നു വരികയല്ലേ. വട്ടപ്പാറ അച്ഛൻ അമ്മയ്ക്ക് വേറൊരു ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞു. എവിടെയാ അമ്മേ? അത് കുറെ ദൂരെയാ, ജർമ്മനിയില്. അപ്പൊ ഞങ്ങളെയും കൊണ്ടുപോകത്തില്ല ജർമ്മനിയില്? കുട്ടികളെ കൊണ്ടുപോകാൻ അവര് സമ്മതിക്കുന്നില്ല അത് മോനെ. പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അമ്മേനെ ഒറ്റയ്ക്ക് വിടത്തില്ല. അമ്മ പോയാ പിന്നെ മോനുനെ ആരാ നോക്കുന്നേ? മോനെ അമ്മ വേറൊരു വീട്ടിലേൽപ്പിക്കും. അവര് വളർത്തിക്കോളും. നിങ്ങളുടെ കാര്യവും അമ്മ തീരുമാനിച്ചിട്ടുണ്ട്. ചാച്ചനും അമ്മയും ഇല്ലാതെ നിങ്ങൾക്കിവിടെ കഴിയാൻ പറ്റുമോ? ഓരോ മക്കൾക്കും ഓരോ വീട്, ഒരുപാട് സ്നേഹമുള്ള ചാച്ചനും അമ്മയും, നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല സ്കൂള്. ഞങ്ങൾക്ക് വേറെ എവിടെയും പോണ്ട. അമ്മയുടെ കൂടെ കഴിഞ്ഞാ മതി. മീനു, എന്താ മോളെ? അമ്മ എന്തിനാ ഞങ്ങളുടെ നോണ്ട പറയുന്നേ? ജർമ്മനി പോവാന്നൊക്കെ സുഖമില്ലാത്തോണ്ടല്ലേ? അമ്മ മരിച്ചു പോവെന്ന് വിചാരിച്ചിട്ടല്ലേ?
ചേച്ചി എന്തിനാ അമ്മ കരയുന്നേ? ഡോക്ടറല്ലേ ഇതൊക്കെ പറഞ്ഞത്, ദൈവമല്ലല്ലോ. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് അമ്മയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത്. മോളെ, ഇത് ദൈവത്തിന്റെ തീരുമാനമാണ്. ഡോക്ടർ അത് മനസ്സിലാക്കി തന്നേ ഉള്ളൂ. അമ്മ പോയാല് അമ്മയുടെ ആത്മാവ് നിങ്ങളെ ഓർത്ത് വിഷമിക്കരുത്. പള്ളിയിലും മഠത്തിലും ഒക്കെ വളർന്ന അമ്മയ്ക്ക് ഇപ്പോഴും വിശ്വാസമില്ലല്ലേ? ഞാനും പിള്ളേരും ഈശോയോട് ഒരുപാട് കരഞ്ഞു പറഞ്ഞു. മനസ്സോർന്ന് പറഞ്ഞ ഈശോ കേൾക്കും. എനിക്കറിയാം എൻ്റെ അമ്മയ്ക്ക് ഒന്നും വരില്ല. അമ്മ സമാധാനമായിട്ട് ഇവിടെ ഇരുന്നാ മതി. ഞാൻ എങ്ങനെയെങ്കിലും ജോലിയെടുത്ത് അമ്മയും പിള്ളേരെ നോക്കാം. അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ആളാരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഐ എം ഡോക്ടർ ഡേവിഡ്. ഇത് വൈഫാണ് മിനി. അകത്തേക്കിരിക്കാം. വരൂ. വരൂ. ഇരിക്കും. കുട്ടികളൊക്കെ എവിടെ? ഓ, സ്കൂളിൽ പോയി കാണും അല്ലേ? അനി, അവർക്കിപ്പോ കാപ്പിയും ചായയും ഒന്നുമല്ല ആവശ്യം. കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക, പിന്നെ മോനുകുട്ടിനെ ഒന്ന് കാണുക. ഉറങ്ങിയിരുന്നല്ലേ? വാ മോനെ, പതുക്കെ പതുക്കെ. മോനു, നമുക്ക് കാരയില് നമ്മുടെ വീട്ടിൽ പോ. അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലതും ചോദിക്കുകയോ പറയോ മറ്റോ വേണമെന്ന് വെച്ചാൽ? ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇനി മിസ്സസ് ജോണിയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളെക്കുറിച്ച് എല്ലാം ഞാൻ ആനയോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചില സംശയങ്ങളൊക്കെ ആനയ്ക്ക് ബാക്കിയുണ്ടാവും. സംശയങ്ങളല്ല, എന്നാലും ഇതൊന്നും സാധാരണ നടക്കാറുള്ള കാര്യങ്ങളല്ലല്ലോ. എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം. എന്ത് വേണമെങ്കിലും ചോദിക്കാം ഫാദർ. നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടികളില്ലെങ്കിലും ഭാവിയിൽ ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ. സി മിസ്സസ് ജോണി, ഞാനൊരു ഡോക്ടറാണ്. ഒരു കുട്ടി ഉണ്ടാകാനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ് അഡോപ്ഷനെ കുറിച്ച് ചിന്തിച്ചത് തന്നെ. ഫാദറിനറിയാലോ. അതുകൊണ്ട് മാത്രം കുട്ടിയുടെ സേഫ്റ്റി ആയില്ലല്ലോ. ഞങ്ങൾ അതും ആലോചിച്ചു. എനിക്ക് കുടുംബ സ്വത്തായി കിട്ടിയ ഒരു എസ്റ്റേറ്റ് ഉണ്ട് വയനാട്ടിൽ. അതിന്റെ പകുതി കുട്ടിയുടെ പേർക്ക് ഇഷ്ടദാനം എഴുതി വച്ചിട്ട് അവനെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. അഡോപ്റ്റ് ചെയ്താൽ പിന്നെ അവൻ എന്റെ സ്വന്തം മകനല്ലേ.
എങ്കിൽ പിന്നെ നമുക്കിന്ന് പിരിയാം. അടുത്ത തിങ്കളാഴ്ച. അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞത്? ജോണി, എന്നോട് പൊറുക്കണേ. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്കൊക്കെ അങ്ങോട്ട് വരാം. മോനെ കാണണമെന്ന് തോന്നുമ്പോൾ ഒരു കത്തിട്ടാ മതി, ഞങ്ങൾ ഇങ്ങോട്ടും വരാം. ബന്ധങ്ങളൊന്നും അറ്റുപോയിട്ടില്ല, പോവുകയില്ല. എടാ അന്തോണിയേ, ഇവിടെ എന്താടാ ഗീവരസ് പുണ്യാളച്ചന്റെ പെരുന്നാളാണോ? ദീപക്കാഴ്ച പോലുള്ള ലൈറ്റുകൾ എത്തിച്ചിട്ടേക്കണേ. കൊച്ചമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, കൊച്ചേനെ കൊണ്ടാക്കാൻ കുട്ടികളോ ഇല്ല. എന്നാ പിന്നെ വെട്ടോയിലിരുന്നോട്ടെ. രണ്ട് ചെറുത് കടുമാങ്ങയും തൊട്ടുകൂട്ടി അടിക്കുമ്പോ ഒച്ച എനക്കൊക്കെ തന്നെ ഉണ്ടായിക്കോളും. മേരിക്കുഞ്ഞേ, എടി മേരിക്കുഞ്ഞേ, കഥക് ചവിട്ടി പൊളിക്കാതെ ബെല്ലടിക്കണ്ട മുതലാളി. എടാ ഈ കുന്ത അടിക്കണെങ്കിലും വേണം കറണ്ട്. അത് ഫാദർ കൊടുക്കോ? ഇല്ലല്ലോ. ആ മേരിക്കുഞ്ഞേ, ഓ എടി മേരിക്കുഞ്ഞേ, എടി ഈ തീവട്ടി എന്തിനാ കത്തിച്ചിട്ടിരിക്കുന്നേ? വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോ ഒരു ലൈറ്റ് അകത്തിട്ടാ പോരെ, വെട്ടം പുറത്തേക്ക് ഇങ്ങോട്ട് വരില്ലേ? ദൈവം സഹായിച്ച് കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, കണ്ണിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ നാളെ വരാൻ കൊച്ചമ്മ.
പിന്നെ സെമിനാരിന്ന് ആ വട്ടപ്പാറയച്ചന്റെ കത്തുണ്ടായിരുന്നു. എന്തിന്? അല്ലേ ഇങ്ങനെ എന്നെ വർത്താനം ഈ പറയുന്നേ? ദത്തെടുക്കാൻ പറ്റിയ കുട്ടികൾ വേണമെന്ന് നമ്മളല്ലേ ഇന്നാൾ അങ്ങേരോട് പറഞ്ഞേ? നമ്മളല്ല, നീ. ആ ഞാനെങ്കിൽ ഞാൻ. എനിക്കാണല്ലോ ഇപ്പൊ ആവശ്യം. ആ കുട്ടിയുടെ കാര്യം ശരിയായിട്ടുണ്ട്. അങ്ങോട്ട് ചെന്നാ കാണാവുന്ന. മേരി കുഞ്ഞെ, നീ എൻ്റെ കുഞ്ഞല്ലേ, കുഞ്ഞുമോള്. ഞാൻ നിന്റെ മോനല്ലേ. എന്റെയും നിന്റെയും സ്നേഹം പങ്കുവച്ചു പോകുന്നത് ഞാൻ സഹിക്കില്ല. അച്ചായോ, ക്ലോസറ്റും വാഷ് ബേസിനും വിറ്റ് വിറ്റ് ഒരുമാതിരി ആ സ്വഭാവം കാണിക്കരുത്. എനിക്ക് സ്നേഹിക്കാൻ ഒരു കുട്ടിയെ കിട്ടിയേ തീരൂ. ഓരോ തവണയും ദത്തെടുക്കുന്ന കാര്യം പറയുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു ഉടക്കിടും. ഇത്തവണ ഞാനത് സമ്മതിക്കത്തില്ല. ഡോക്ടർ പരിശോധിച്ചിട്ട് കുഴപ്പം എനിക്കാണെന്നാ ഞാൻ വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ നുണ പറഞ്ഞിരിക്കുന്നേ. അല്ല, അതിപ്പോ മാറ്റി പറയാൻ ഇവിടെ കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ. നമുക്ക് സെമിനാരിൽ പോവാം, വട്ടപ്പാറ കാണാം. അവിടെ ചെല്ലുമ്പോ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. ഒരു ചുക്കും ആലോചിക്കാനില്ല. ഒക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുളിക്കണേ പോയി കുളിച്ചാച്ചി ഒന്ന് കഞ്ഞൂടി. എന്റെ ഗീവറിസ് പുണ്യാളച്ചോ, ഒരെണ്ണെന്നും പറഞ്ഞ് ഇവിടെ വന്നപ്പോ തനിക്കിത്താമൂന്ന് 2 ആമ്പറന്നോന്മാര്, അതിലൊന്ന് ചട്ടനും നടക്കുകയല്ല. ആ പ്രസ്ഥാനം ഇവിടെ നടക്കുകയല്ല. ഇടോ പറയിച്ച ഞാൻ പറയുന്നത് അച്ഛൻ ഒരു പുല്ലും പറയണ്ട. അവിടെ പോ. കൂടെ കളിച്ചു വളർന്നവനാണല്ലോ, നാട്ടുകാരനാണല്ലോ എന്നൊക്കെ ഓർത്താ അച്ഛന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇവിടെ വന്നത്. വേവത്തില്ലച്ചോ, ഈ പരിപ്പ് വർഗീസ് കൂനമാവിന്റെ മുതുകത്ത് വേവത്തില്ല. മേരിക്കുഞ്ഞെ എണീറ്റേ എണീറ്റേ. അച്ഛൻ ഇങ്ങനെ ഉടക്കി പിരിഞ്ഞാൽ എങ്ങനെയാ? നമുക്ക് സംസാരിക്കാം. മേരിക്കുഞ്ഞെ, നീ ഡോക്ടറുടെ റിപ്പോർട്ടോ വൈദ്യരുടെ കുറിപ്പടിയോ എന്ത് വെച്ചെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്താലും ഈ കുഴിയിൽ ഞാൻ വീഴില്ല. ചട്ടനാണെങ്കിലും ചെക്കന് ചാപ്പാടിന് കുറവൊന്നും ഉണ്ടാവില്ല. ഒറ്റയ്ക്കേ ജീവിച്ചു പോകാൻ പാടുള്ള ഈ കാലത്ത് 2 എണ്ണോ? എന്തിനാ അച്ചോ എനിക്ക് 2 എണ്ണം? ഇടോ ചത്ത് തൊലയുമ്പോ തലയ്ക്കും കാലിനും പിടിക്കാൻ ഓരോന്ന് വേണോടോ. തലയ്ക്ക് പിടിക്കാൻ ഒരുത്തം മതി, കാലിന് നാട്ടുകാർ പിടിച്ചോളും. മേരിക്കുഞ്ഞെ, നീ വരുന്നുണ്ടോ അതോ എന്റെ തനിക്കുണം കാണണോ? അച്ചോ, ഇത് ഞാനോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. പറയുന്നത് വലിയ അന്യായാണെന്നറിയാം. എന്നാലും ഒറ്റയ്ക്ക് കൊടുക്കോ ആ ചട്ടില്ലാത്ത കൊച്ചിനെ? മേരിക്കുഞ്ഞെ, ഈ 2 പിള്ളേര് ഇണപെരിയാത്ത കിളികളെ പോലെയാ. ഒരുത്തനെ വേർപിരിക്കാന്ന് പറഞ്ഞാൽ അത് അവരോട് പറയാൻ തന്നെ ബുദ്ധിമുട്ട്. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ ആന് സമ്മതിക്കുമോ? ഇനി ആന് സമ്മതിച്ചാൽ തന്നെ ആ കുഞ്ഞുങ്ങൾ സമ്മതിക്കുമോ? സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട. ഇതല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കേസുകൾ വരുമല്ലോ, സിംഗിൾസ്. അപ്പൊ വിളിക്ക്, ഞങ്ങൾ വരാം. വിട്ടോ, സ്റ്റാൻഡ് വിട്ടോ. എടോ പറയിച്ച, ഞാനേതായാലും അവരോടൊന്ന് സംസാരിച്ചു നോക്കാം. പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് തീരെയില്ല. ആ കരുണ കൊണ്ടൊന്നും പറയാതെ എന്റെ മനുഷ്യ. അച്ഛൻ പോയി സംസാരിക്കേ. ഇങ്ങനൊരു ഞാൻ അവരോട് ഇത്തിരി സംസാരിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ഒരു പഴയ ചങ്ങാതിയാ. അവർക്ക് കുട്ടികളെ കാണണ്ടേ? കാണണം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ആനയോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. ഒന്ന് വരൂ. ആനിക്ക് മാത്രമല്ല, നമുക്കെല്ലാം വിഷമമുള്ള കാര്യമാണ്. എന്നാലും ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ കാര്യം തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ 2 പേരെന്നൊക്കെ പറയുമ്പോൾ, അതും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളൊരു കുട്ടി എന്ന് വെച്ച് അവനെ ഞാൻ ഉപേക്ഷിക്കുകയല്ല. അതിന് പറ്റിയ ആൾക്കാരെ നമുക്ക് വേറെ നോക്കാം. എനിക്കൊന്ന് ആലോചിക്കണം. മതി, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഏതായാലും അവര് കുട്ടികളെ ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ, അല്ലേ? ആ എടോ പറയിച്ച, വാ. ഇത് വർഗീസ് കൂനമ്മാവിൽ മേരിക്കുഞ്ഞ്. അറിയാമല്ലോ? അറിയാം, ആനി. ആന്റിക്കും അങ്കിളിനും ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ് അങ്കിൾ. വെരി ഗുഡ് മോർണിംഗ്. മക്കളുടെ പേരെന്തൊക്കെയാ? ഞാൻ റോണി, ഇവൻ ടോണി. മേരിക്കുഞ്ഞെ,
ചട്ടം മാത്രം മിണ്ടുന്നുള്ളല്ലോ. ഇനി മറ്റോ വല്ല പൊട്ടണോ മറ്റോ ആണോ? നിങ്ങളൊന്നും മിണ്ടാതെ. എനിക്ക് അതുങ്ങളെ കണ്ടിട്ടൊന്നും കൊതിയാവുന്നു. മോനെ നീ എന്തിനാ അതെടുത്ത് വെക്കുന്നത്? അവിടെ വേറെ സ്കൂളല്ലേ, ഇവിടെ വെച്ചോ. ഒന്ന് കീറുമ്പോ നിനക്കിടാവല്ലോ. എൻ്റെ മോൻ നല്ലോണം പഠിക്കണം. എല്ലാരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണം. ആരോടും വഴക്കുണ്ടാക്കരുത്. അവിടെ ഞാൻ ആരോട് വഴക്കുണ്ടാക്കാനാ അമ്മേ? എൻ്റെ മോനെ ഞാനെടുത്തോളാം. വേണ്ട, ഞാനെടുത്തോളാം. മോനെ ഇപ്പൊ പുറപ്പെട്ട കടടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് അവിടെ ചെല്ലാം. അച്ചോ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വാ. ആനിയോട് എന്ത് പറഞ്ഞിട്ട് പോണോന്ന് എനിക്കറിയില്ല. എന്തായാലും യാത്ര പറയുന്നില്ല. വാ, കേറി പോവാം. കേറ് മോനെ. റോണി, എന്താ മോനെ, നീ എന്താ ആലോചിക്കുന്നേ? ചേച്ചി എന്നാ പോകുന്ന? എവിടെ? റോണിയും മോനും പോയ പോലെ പുതിയ വീട്ടിലേക്ക്. അമ്മ പറഞ്ഞല്ലോ ഇന്ന് ആള് വരുമെന്ന്. ഞാൻ എവിടെയും പോവില്ല. നിങ്ങളെയൊക്കെ വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല.